കുഞ്ഞുകുട്ടികളെ 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 ഇപ്പൊ ഞാൻ ഒരു ഗെയിം നിങ്ങൾ പടി എല്ലാവരും ദൈവത്തിന്റെ മുമ്പ് കുഞ്ഞുകുട്ടികളാണ്. എല്ലാവരും ഒരു ഗെയിം കളിക്കുമ്പോൾ എല്ലാവരും രണ്ട് കൈ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇത് മുമ്പ് കളിച്ചിട്ടുണ്ടല്ല? ഇല്ല, ഇത് വേറെ ഞാൻ അറിയാം. അല്ലെങ്കിൽ ഇത് വേറെ ഇങ്ങനെ വീണ്ടും പോയി ഇവിടെ പോയി ഇവിടെ വയ്ക്കുമ്പോ എല്ലാം പറ കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്. ഇപ്പൊ വേറല്ല. കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്. 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 കുടുംബക്കൂട്, പുൽക്കൂട്, കൂട്. റെഡിയാ? ഇപ്പൊ ആരും ജയിക്കാൻ കൊണ്ട് നോക്കാം. അവസാനം ക്രിസ്മസ് പ്രൈസ് കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്കും ഗിഫ്റ്റ് ഉണ്ട്. കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്. കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്. കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്. കുടുംബക്കൂട്, കൂട്, പുൽക്കൂട്, കൂട്. ഓക്കെ? ഇപ്പൊ പറയാം, നിങ്ങൾ പറയാൻ പാടില്ല, നിങ്ങൾ ചെയ്യണം. കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്. കുടുംബക്കൂട് എല്ലാം വിട്ടു. ഇത് സമയമെടുക്കും, കുഴപ്പമില്ല. ഈ ഗെയിം പറഞ്ഞത് കാരണം ഇന്നത്തെ സന്ദേശം ഇത് വെച്ച് കൊടുക്കാൻ പോവാണ്. ഈ കൂടെ കുറിച്ചും പുൽക്കൂടെ കുറിച്ചും കുടുംബക്കൂടെ കുറിച്ചുമാണ് സന്ദേശം. പ്രത്യേകം ബെഞ്ചു സാറ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് എക്സാക്ട്ലി ആപ്റ്റാன ദിവസമാണ്. തിരുക്കുടുംബത്തിന്റെ ദിവസത്തിൽ ഈ BCC കൂട്ടായ്മയോട് ചേർന്ന് ആഘോഷിക്കുന്ന വാർഷികവും അതോട് ചേർന്ന് ഈ ക്രിസ്മസ് പരിപാടികൾ നല്ല ഒരു ദിവസമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദൈവത്തിന് നന്ദി അർപ്പിക്കണം. പ്രത്യേകം കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്, ഇതിന്റെ പ്രത്യേകതകൾ. നമ്പർ 1, ഈ കൂട് നാഗർകോയിൽ പോകുന്ന വഴി, തിരുനെല്ലൂരിൽ പോകുന്ന വഴി നിങ്ങൾ ഈ പനമരത്ത് കണ്ടു കഴിഞ്ഞാൽ അതില് ഒരു പക്ഷിയുണ്ട്, ഈ വവ്വാൽ പോലെ കറുത്ത പക്ഷി. അതിനുടെ കൂട് പ്രത്യേകത. എല്ലാ പനമരത്തിലെ ഓലയില് ഒരുപാട് കൂട് ഇങ്ങനെ തൊഴിൽ നിൽക്കും. ആ പക്ഷി ഒരു പ്രത്യേക പക്ഷിയാണ്. എല്ലാ പക്ഷികളും കൂട് വെക്കാറുണ്ട് അല്ലേ? നമ്മളും ഒരു പക്ഷികളാണ്, നമ്മളും ഒരു കൂട് വെച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂട് എന്ത് കൂടും പറയാം. അപ്പൊ കൂടിനുടെ പ്രത്യേകത സുരക്ഷിതയുടെ ഇടം. സുരക്ഷിതയുടെ ഇടമാണ് കൂടുകളുടെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ പക്ഷിയുടെ കൂട് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ നൽകുന്ന സ്ഥലമാണ്. നമ്മുടെ ഇടം, നമ്മുടെ ഭവനം സുരക്ഷിത നൽകുന്ന ഭവനമാണ്. അതുകൊണ്ട് എവിടെ പോയാലും വീട്ടിൽ ഓടി വന്ന് കട്ടിലിരിക്കുമ്പോൾ, ചാനലിരിക്കുമ്പോൾ യു വിൽ ഫീൽ സ്വസ്ഥത. അങ്ങനെയായിരിക്കും. അപ്പൊ BCC എന്തെല്ലാം പറയാൻ വരുവാ, അവസാനം പറയാം. രണ്ടാമത്തെ കാര്യം, 1 സുരക്ഷിതയുടെ ഇടം, 2 സ്നേഹത്തോട് നിർമ്മിച്ചതാണ്. സ്നേഹത്തോട്. யாரும் கஷ்டப்பட்டு இந்த வீடு எனக்கு வேண்டாம் എന്ന് വീട് വയ്ക്കില്ല. ഈ വീട് എനിക്ക് വേണ്ട സ്നേഹത്തോട് കരുതലോടെ വീട് വയ്ക്കാറുണ്ട്. അതേപോലെ ഈ പക്ഷികൾ കഷ്ടപ്പെട്ട് സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഈ കൂട്. അപ്പൊ സ്നേഹത്തോട് നിർമ്മിച്ചതാണ്. മൂന്നാമത്തെ കാര്യം, ലളിതവും പ്രയോഗ്യവുമാണ്. ലളിതവും പ്രയോഗ്യവുമാണ്. കൂടുകൾ അലങ്കാരത്തിനല്ല, ആവശ്യത്തിന് വേണ്ടി വെച്ചത്. നമ്മ ഭവനം അലങ്കാരത്തിനല്ല, ആവശ്യത്തിന് താമസിക്കാൻ വേണ്ടി. നാലാമത്തെ കാര്യം, ത്യാഗത്തിന്റെ അടയാളമാണ്. ഈ പക്ഷികൾ, അമ്മ പക്ഷി സ്വന്തം സുഖം മറന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി ഈ ഫെദറ്, ഉണങ്ങിയ പുല്ലുകള്, ഇലകള് ഇതെല്ലാം കൊണ്ടുവന്ന് അത് മുകളിൽ ഇരുന്ന് അതിന്റെ ഇറകുകള് മുടി ரொம்ப സോഫ്റ്റ് ആയിട്ട് വരും. മുള്ള്, കല്ല് എല്ലാത്തിനും ഒരുക്കി വെച്ച് കൂടെ ഉണ്ടാക്കും. പക്ഷെ അത് മോൾ തട്ടിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവും. അത് ത്യാഗത്തിന്റെ അടയാളമാണ്. അത് അഞ്ചാമത്തെ കാര്യം, കൂട്ടായ പരിശ്രമം. ചില പക്ഷികൾ ഒരുമിച്ച് കൂടി നിർമ്മിക്കുന്ന ഒരു വീട് ഈ പക്ഷിയുടെ കൂട്. അത് ആറാമത്തെ കാര്യം, പ്രതീക്ഷയുടെ കേന്ദ്രമാണ്. പ്രതീക്ഷ, വീട്ടിൽ പോയ ഒരു സ്വാതന്ത്ര്യം, വീട്ടിൽ പോയ ഒരു ആശ്വാസം. അങ്ങനെ അത് പ്രതീക്ഷയുടെ കേന്ദ്രമാണ് ഈ കൂട്. ഏഴാമത്തെ കാര്യം, താൽക്കാലികത. ഇത് പ്രത്യേകമായിട്ടുള്ള സന്ദേശം. ഇത് ഈ കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്, ഇത് താൽക്കാലികമാണ്, നിരന്തരമല്ല.
ഇപ്പൊ നീ വെച്ച വീട് നിരന്തരമല്ല, നമ്മളും നിരന്തര ആൾക്കാരല്ല, പെർമനന്റ് ആൾക്കാരല്ല. പെട്ടെന്ന് നമ്മ പോകണം, വേറെ ഒരു കൂട് ഉണ്ട്, ആ കൂട് അവസാനം പറയാം. അപ്പോ തൽക്കാലിക കൂടാണ്. പക്ഷി കൂട്ടിൽ എന്നും താമസിക്കില്ല, സമയം വന്നാൽ പറന്നു പോകും. സമയം വരുമ്പോ ഇടയ്ക്കിടെ പറന്നു പോകും. അതേപോലെ കൂട്, പുൽക്കൂട്, ഒരു ചെറിയ പക്ഷിയുടെ കൂട് പോലും നമ്മെ കുടുംബം, സ്നേഹം, ത്യാഗം, വിശ്വാസം എന്ന വലിയ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോ ഇതാണ് സന്ദേശം. കൂട്, പുൽക്കൂട്, കുടുംബക്കൂട്, ഇതെല്ലാം കൂട് പക്ഷികൾ ഉണ്ടാക്കുന്നത്. ഈ പുൽക്കൂട് നമ്മ വർഷം ഓർമ്മിക്കാൻ വേണ്ടി ദൈവം നമുക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു അടയാളമാണ്. പുൽക്കൂട് ദൈവം താമസിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്, ഒരു മാതൃകയായിട്ട് അടയാളമായിട്ട് ഉണ്ടാക്കുന്നത്. അടുത്തത് കുടുംബക്കൂട്, BCC, പക്ഷികൾക്ക് കൂട്. നമുക്ക് അടയാളമായി ഇറങ്ങി വന്ന ഒരു പുൽക്കൂട്, ഈ കുടുംബക്കൂട്. ഈ BCC എന്ന് അറിയപ്പെടുന്ന ഒരു അടയാളമാണ് ഈ കുടുംബക്കൂട്. അപ്പൊ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്നത് BCC കൂട്ടായ്മ. ആ BCC കൂട്ടായ്മ കുടുംബക്കൂടാണ്. ഒരു ഭവനം അത് കൂട്, പല ഭവനങ്ങൾ ചേർന്ന്, വീടുകൾ ചേർന്ന് ഉണ്ടാക്കുന്നത് BCC കുടുംബക്കൂട്. ഈ കുടുംബക്കൂട്ടിൽ ഈ പക്ഷികൾ എങ്ങനെ ത്യാഗം, ഭക്തിയാകും, സ്നേഹം, കരുതൽ, വിശ്വാസത്തോട് ഒരു നന്നായിട്ട് ഉണ്ടാക്കിയോ അതേപോലെ നമ്മൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കുന്ന ഈ സ്ഥലം, ഒരു സ്ഥാപനം, ഈ BCC ഒരു സംഘടന, ഈ BCC ആണ്. ഈ BCC-യിൽ ഇന്ന് നമ്മൾ ഈ വാർഷികം BCC വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് താൽക്കാലികമാണ്. കൂടും താൽക്കാലികം, പുൽക്കൂടും താൽക്കാലികം, കുടുംബക്കൂടും താൽക്കാലികം. നമുക്ക് വേറെ ഒരു കൂട് ഉണ്ട്, അത് നിരന്തരമാണത്, എപ്പോഴും പെരുമനന്റ് ആണ്. ആ കൂട് സ്വർണ്ണക്കൂടാണ്, സ്വർഗക്കൂട്, സ്വർഗത്തിന്റെ കൂട്, സ്വർഗം, അതാണ് എപ്പോഴും പെർമനന്റ് കൂട്. ഈ 3 കൂട് വഴിയായിട്ട്, ഈ BCC എന്ന് അറിയപ്പെടുന്ന ഈ കുടുംബക്കൂട് വഴിയായിട്ട് നമ്മൾ എത്തേണ്ടത് സ്വർഗത്തിൽ. അത് പെർമനന്റ് ആയിട്ടുള്ള കൂടാണ്. ആ കൂട്ടിൽ ഇടപിടിക്കാൻ, ഈ 3 കൂട്ടിൽ ഇടപിടിച്ച് നല്ല രീതിക്ക് പ്രവർത്തിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രത്യേകം സെക്രട്ടറി, കോർഡിനേറ്റർ, അതുപോലെ ബെൻഗർ സാർ, സെന്റ് പോൾ BCC ലീഡർ സതീഷ് കുമാർ, മദർ തെരേസ ലീഡർ ജിജി കുമാർ, ക്രിസ്തുരാജ BCC ലീഡർ സുദർശൻ രാജ്, അടുത്തത് ബിന്ദു വന്നിട്ടുണ്ട്, സർവീസിലൂടെ ഇന്നൊരു ലീഡർ റോയ്, സെന്റ് മേരീസ് BCC ലീഡർ റോയ് ജോലി പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഈ എല്ലാ ലീഡറുകളും കൂട്ടിനുടെ പ്രവർത്തനവും, പുൽക്കൂട്ടിനുടെ അഭിഷേകവും, കുടുംബക്കൂട്ടിനുടെ ആശീർവാദങ്ങളും നൽകാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുകയും ഈ BCC-യുടെ യൂണിറ്റുകൾ യോഗം നടത്തുകയും ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് വളർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എല്ലാവരെയും അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കൂട്ടിന്റെ പ്രത്യേകതയും, പുൽക്കൂട്ടിന്റെ പ്രത്യേകതയും, കുടുംബക്കൂട്ടിന്റെ പ്രത്യേകതയും ഉൾക്കൊണ്ട് അത് പ്രവർത്തനമാക്കി, സ്വന്തമാക്കി പ്രവർത്തനമാക്കി നിരന്തര പുൽക്കൂട്, നിരന്തര കുടുംബക്കൂട് എന്ന് അറിയപ്പെടുന്നത് സ്വർഗീയ കൂടാണ്. ആ സ്വർഗീയ കൂട്ടിൽ ഇടപിടിക്കാൻ എല്ലാവരും നമ്മ ഇഷ്ടപ്പെടാൻ, ആഗ്രഹിക്കാം. അതിനുവേണ്ടി എപ്പോഴും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ഈ BCC വഴി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിന്റെ ആശ്രയിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രവർത്തനം നടത്തുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Jingle bell, jingle bell, jingle bell rock. Jingle bells swing and jingle bells rock.